ഹലോ നമസ്കാരം. ഓണം സ്പെഷ്യലായിട്ട് ഒരു സൂപ്പർ പായസ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും അഡ്വാൻസ് ഹാപ്പി ഓണം. ഈ ഒരു പായസ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുണ്ട് കാര്യം: ഓണത്തിന് പായസവും കുടിക്കാം, കേക്കും കഴിക്കാം. പായസം ഇല്ലാത്തൊരു ഓണം എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഈ ഒരു പായസ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വാനില സ്പോഞ്ച് കേക്കാണ് ആദ്യം റെഡിയാക്കുന്നത്. അതിനായി ആദ്യം തന്നെ കേക്ക് ടിന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലൊരു A4 കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് മാറ്റി വയ്ക്കാം. കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 3 കോഴിമുട്ട കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട വേണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എഗ്ഗ് നല്ലോണം ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് അരിച്ചെടുത്തിട്ട് കുറേശ്ശെയായിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. പത്ത് മിനിറ്റ് ഹീറ്റ് ആവാനായിട്ട് ഒരു മൂടിയുള്ള പാൻ ഒരു ലിഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. നമ്മുടെ കേക്ക് കുക്ക് ആവാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റോളം വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട പായസം തയ്യാറാക്കാം. പാനിൽ 1 ലിറ്റർ പാല് വെച്ച് തിളപ്പിക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാല് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 250 ഗ്രാമിൻ്റെ സേമിയ പായസം മിക്സ് ചേർത്ത് കൊടുക്കാം. പായസം മിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ മറ്റൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്യണം. അതിനുശേഷം പായസം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. കേക്കിലേക്കുള്ള ഷുഗർ സിറപ്പിന് പകരം നമ്മൾ ഈ പായസം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് അല്പം പായസം 1/4 കപ്പ് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ട പായസം ചൂട് മാറി അല്പം കട്ടിയാവാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി കുടിക്കാനായിട്ട് എടുക്കാമല്ലോ. നമ്മുടെ കേക്ക് 45 മിനിറ്റ് ആയപ്പോഴേക്കും കുക്കായിട്ടുണ്ട്.
ഒന്ന് ചൂട് മാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പാല് ചേർത്ത് മാറ്റി വെച്ചിട്ടുള്ള പായസം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നന്നായിട്ട് സോക്കാവുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം കൂടി തേച്ച് കൊടുക്കുകയാണ്. ഞാൻ വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ പായസം ഒഴിച്ചു കൊടുക്കാം. ക്രീം തേച്ച് കൊടുക്കാം. ലാസ്റ്റത്തെ ലെയർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ക്രം കോട്ട് കൊടുക്കാം. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല ചെയ്തത്. ഇതിൻ്റെ മുകളിൽ ഇനി ഡിസൈൻസ് വരും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രീം തേച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിന് ഡിസൈൻ കൊടുക്കാം. ഞാൻ ക്രീമിൽ കുറച്ച് റെഡ് കളർ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ നേരത്തെ കട്ടിയാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പായസം കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേമിയ തന്നെ എടുക്കണമെന്നില്ല കേക്ക് ഉണ്ടാക്കാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം എടുക്കാവുന്നതാണ്. ഈ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി പിടിച്ചിട്ട് എല്ലാവരും ഇതുപോലൊരു പായസ കേക്ക് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി തരണേ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കേക്കാണിത്, ആരും മിസ്സാക്കരുത്. നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓണം സ്പെഷ്യൽ വീഡിയോസൊക്കെ കാണാനായിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വീണ്ടും ഒരു ഓണാശംസകൾ.